ജ്ഞാനത്തിൻ തെളിച്ചം മഹോന്നതമാത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന 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 കരുതലോടെന്നെ കാക്കണമേ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, മരിയൻ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക. കത്തോലിക്ക തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള 4 മരിയൻ വിശ്വാസ സത്യങ്ങൾ. 1, പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്. 2, പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്. 3, പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. 4, പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, തിരുസഭയുടെ മാതാവും മാതൃകയുമായ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ സഭാവിജ്ഞാനീയത്തിൻ്റെ ഭാഗമായിട്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ കണക്കാക്കുന്നത്. സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുവാൻ ദൈവം പരിശുദ്ധ മറിയത്തിന് അനുഗ്രഹങ്ങൾ നൽകി. രക്ഷാകര ചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ പ്രിയപ്പെട്ട ദൈവജനമേ, പിശാചിൻ്റെ തല തകർക്കപ്പെടുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവം മറിയത്തെ നന്മ നിറഞ്ഞവളായി കണ്ടെത്തുകയാണ്. വീണ്ടും 3-ാമതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ വിശ്വസിക്കുന്ന സകലർക്കും പരിശുദ്ധ മറിയത്തെ അന്ത്യസമ്മാനമായി യേശുനാഥൻ നൽകുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ വിശുദ്ധ യോഹന്നാനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. വിശുദ്ധ യോഹന്നാനോട് പരിശുദ്ധ അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് സഭയിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളുടെയും അമ്മയായി പരിശുദ്ധ മറിയത്തെ നൽകുകയാണ്. വിശുദ്ധ യോഹന്നാൻ ഈ സഭയിലുള്ള എല്ലാ മക്കളെയും ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നു. ഇനി നമുക്ക് 4 മരിയൻ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള 4 മരിയൻ വിശ്വാസ സത്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വിശ്വാസ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം ദൈവമാതാവാണ്. AD 431 എഫേസുസ് സൂനഹദോസിൽ വെച്ചാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിക്കപ്പെടുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിശ്വാസ സത്യം പ്രഖ്യാപിക്കപ്പെടുവാനുള്ള 2 കാര്യങ്ങൾ ഇവയാണ്. 1, സാധാരണയായി അമ്മച്ചിമാർ മക്കൾക്ക് ജന്മം കൊടുക്കുകയും അവരെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്ന അതേ ഉത്തരവാദിത്വം പരിശുദ്ധ മറിയവും ഏറ്റെടുത്തിട്ടുണ്ട്. 2ാമതായി പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ യേശു ക്രിസ്തുവിന് ജന്മം പരിശുദ്ധ മറിയം നൽകി. ഇക്കാരണത്താൽ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവെന്ന് സഭ വിശേഷിപ്പിക്കുന്നു. അതങ്ങനെയാണ് താനും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ എലിസബത്ത് പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് വന്ന് കർത്താവിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലൂടെ കടന്നു വരുമ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുവിൻ്റെ അമ്മ എന്ന് പ്രത്യേകമായ വിശേഷണങ്ങൾ ബൈബിളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എമ്മാനുവേൽ പ്രവചനം യെശയ്യാ പ്രവാചകൻ നടത്തുന്നുണ്ട്. 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്നുള്ളത് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ ഈ വിശ്വാസ സത്യത്തെ നാം ഏറ്റുപറയുന്നുണ്ട്. കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 495 പറയുന്നു, മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മാതാവാണ്. വീണ്ടും 488-ാമത്തെ ഖണ്ഡിക പറയുന്നു, ദൈവം തൻ്റെ പുത്രന് അമ്മയാകുവാൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യഹൂദ യുവതിയെ, ഒരു കന്യകയെ അനാദിയിലെ തിരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര്
മറിയം എന്നാണ്. കർത്താവായ ഈശോ മിശിഹായുടെ മാതാവാണ്, അമ്മയാണ് പരിശുദ്ധ മറിയം എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായിട്ട് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി പ്രഘോഷിച്ചുകൊണ്ടുള്ള ആ വലിയ വിശ്വാസ സത്യം നാം എല്ലാ വർഷത്തിലും ജനുവരി മാസം 1-ാം തീയതി പരിശുദ്ധ അമ്മ ദൈവമാതാവ് എന്നുള്ള ആ വലിയ വിശേഷണത്തെ ആചരിക്കുകയും ചെയ്യുന്നു. ആ വലിയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധ മറിയം അമലോത്ഭ എന്നുള്ളതാണ് മരിയൻ വിശ്വാസ സത്യത്തിൽ നാം കാണുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം അമലോത്ഭവ എന്നുള്ളത് 1854 9-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 491-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുകയാണ്, അനന്യമായ ദൈവകൃപയാലും സർവശക്തൻ്റെ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് പരിരക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അമലോത്ഭവ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ജന്മപാപത്തിൻ്റെ കറപുരളാതെ ജനിച്ചവൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ തിരുസഭയുടെ പാരമ്പര്യത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അതിനുള്ള അടിസ്ഥാനങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സാത്താൻ്റെ തലയെ തകർക്കുവാൻ ജനിക്കുന്ന സന്തതിയുടെ മാതാവ്. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ള ആ സംബോധന അത് സ്വർഗത്തിൻ്റെ സാക്ഷ്യമാണ്. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും. ഇത് പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ്. വീണ്ടും പൗരസ്ത്യ സഭാപിതാവായ മാർ എഫ്രേം പറയുന്നുണ്ട്, നിന്നിൽ കളങ്കമില്ലാത്തതുപോലെ അല്ലയോ ദൈവമേ, നിന്റെ അമ്മയും കളങ്കരഹിതയാണ്. നീയും നിന്റെ അമ്മയും മാത്രമേ പൂർണ്ണമായും പാപരഹിതയായിട്ടുള്ളൂ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്നുള്ളത് സഭയുടെ വലിയ വിശ്വാസ സത്യമാണ്. സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ട ഒരു വസ്തുതയാണിത്. അതുകൊണ്ടാണ് കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 490 പറയുക, രക്ഷകൻ്റെ മാതാവ് ആയിത്തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങൾ നൽകി ദൈവം സമ്പന്നയാക്കി. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അനാദി മുതലേ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. ദൈവം അനാദി മുതലേ പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്തു ഈ രക്ഷകന് ഈ ഭൂമിയിൽ പിറക്കുവാനായി. മൂന്നാമത്തെ മരിയൻ വിശ്വാസ സത്യത്തിൽ നമ്മൾ കാണുക, പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, എങ്ങനെ ഇത് വിശ്വസിക്കാനായിട്ട് സാധിക്കും? പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണ്. യേശുവിൻ്റെ ജനനത്തിന് ശേഷവും നിത്യകന്യകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ഒരത്ഭുതമാണെന്ന് കാൽസിഡോൺ കൗൺസിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. AD 553 5-ാം സാർവത്രിക സൂനകദോസില മറിയത്തിൻ്റെ നിത്യകന്യകാത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. മാർട്ടിൻ 1-ാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ AD 649 നടന്ന ലാറ്ററൽ സൂനകദോസില ഈ വിശ്വാസ സത്യത്തെ കൂടുതൽ വ്യക്തമായി നിർവചിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത വലിയ ഒരു വരമാണ്, ഒരു വലിയ അത്ഭുതമാണ്. കന്യകയായിരിക്കുവാനായിട്ട്, യേശുവിൻ്റെ ജനനശേഷവും കന്യകയാകുവാനായിട്ട്. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, ഒരുപക്ഷെ പെന്തക്കോസ്ത സമൂഹത്തിൽപ്പെട്ടവർ പരിശുദ്ധ മറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ബൈബിളിനെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഹോദരരെ കുറിച്ച് പറയുന്നത് അത് കസിൻ ബ്രദേഴ്സിനെ കുറിച്ചാണ് പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 56-ാം വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും.
മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ യേശുവിൻ്റെ സഹോദരന്മാരായി പരാമർശിക്കപ്പെടുന്ന യാക്കോബും ജോസേയും, പ്രിയപ്പെട്ടവരെ, അത് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളിൽ ഒരുവളായ മറ്റേ മറിയത്തിൻ്റെ മക്കളായിരുന്നുവെന്ന് സുവിശേഷകൻ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഈ മറിയത്തെയാണ് മറ്റേ മറിയം എന്ന് വിശേഷിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ നിത്യകന്യകയായിരുന്നുവെന്ന് സഭാ പിതാക്കന്മാരും സഭയിലുള്ള എല്ലാ മാർപ്പാപ്പമാരും പ്രത്യേകമായി അത് വിശേഷിപ്പിക്കുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ ഇതൊരു വിശ്വാസ സത്യമായി ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഗബ്രിയേൽ ദൂതൻ കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു, അവളുടെ പേര് മറിയം എന്നായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എമ്മാനുവേലിൻ്റെ അമ്മ കന്യകയായിരിക്കണമെന്ന യെശയ്യ പ്രവചിച്ചിരുന്നു. നമുക്കറിയാം, യെശയ്യ 7:14 അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കന്യാത്വ ഭംഗം കൂടാതെയുള്ള ജനനം മറിയത്തിലെ ദൈവം അനുവദിച്ച ഒരത്ഭുതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഈശോ തൻ്റെ അമ്മയെ യോഹന്നാന് ഭാരമേൽപ്പിച്ചു എന്ന സത്യവും മറിയത്തിന് യേശുവിനെ കൂടാതെ മറ്റു മക്കളില്ലായിരുന്നുവെന്ന് സഭാപിതാവായ ഒരിജൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസത്തിൽ, മറ്റുള്ളവർ ഇതിനെ വിമർശിക്കുമ്പോഴുമൊക്കെ ഈ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ടവരാണ്. ഇത് സഭയുടെ പാരമ്പര്യത്തിൽ മാർപ്പാപ്പമാർ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും സഭ ഈ വിശ്വാസത്തെ ഏറ്റെടുത്തിരിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയിൽ പരിശുദ്ധ മറിയത്തിന് ഒത്തിരിയേറെ പ്രാധാന്യവും വളരെയേറെ ബഹുമാനവും നമ്മൾ നൽകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 12 മാസങ്ങളെടുത്താലും എല്ലാ മാസങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മാസങ്ങളാണ്. മെയ് മാസം എടുത്താൽ നമ്മൾ പ്രത്യേകമായി പരിശുദ്ധ അമ്മയെ വണങ്ങുന്നുണ്ട്. ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് ആചരിക്കുന്നു. കത്തോലിക്ക തിരുസഭയിൽ ജപമാലയ്ക്ക് എത്രയോ ഭക്തിയോടെയാണ് വിശ്വാസികൾ ആ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുക. അതുതന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സഭയിലുള്ള പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ച 3 വിശ്വാസ സത്യങ്ങൾ, ഒന്ന് പരിശുദ്ധ മറിയം ദൈവമാതാവാണ്, പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്, പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. ഇനി 4-മത്തെ മരിയൻ വിശ്വാസ സത്യം, പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ്, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടവളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ എടുക്കപ്പെട്ടു എന്നത് 1950 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധ 12-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, 1946 മുതൽ സഭയിലെ തലവന്മാരോട്, മെത്രാന്മാരോട്, കർദിനാളന്മാരോട് എല്ലാം ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ വലിയ വിശ്വാസ സത്യത്തെ പരിശുദ്ധ മാർപ്പാപ്പ പ്രഖ്യാപിക്കുക. വീണ്ടും 1954 12-ാം പിയൂസ് മാർപ്പാപ്പ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തി. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മഹിമയുടെ ദിവ്യരഹസ്യത്തിൽ 5-ാമത്തെ ദിവ്യരഹസ്യത്തിൽ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ധ്യാനിക്കാറുണ്ട്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ട പരിശുദ്ധ മറിയത്തെക്കുറിച്ച്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ കാണുന്നു, ഓരോരുത്തരും തങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ഉയർക്കുക. ആദ്യം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. വീണ്ടും തിരുവചനം പറയുന്നു, ഈ ക്രിസ്തുവിനുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൾ എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും യുഗാന്ത്യത്തിന് മുമ്പേ സംഭവിച്ചു എന്ന് തന്നെ നാം വിശ്വസിക്കണം. കാരണം യേശുവിന്
പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ ആദ്യം ഉയർക്കപ്പെടുമെന്ന് പറയുമെങ്കിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. പരിശുദ്ധ മറിയം യേശുവിന് എത്രയോ പ്രധാനപ്പെട്ടതായിരുന്നു. അത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 52-53 തിരുവചനങ്ങൾ, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. വിശുദ്ധർ യേശുവിൻ്റെ മരണസമയത്ത് ഉയർക്കുന്നതിൻ്റെ വിവരമുള്ളതിനാൽ യുഗാന്ത്യത്തിന് മുമ്പായുള്ള ഉയർപ്പ് എന്ന ആശയം വിശുദ്ധ ഗ്രന്ഥത്തിന് അന്ത്യമാണെന്ന് നമുക്ക് കരുതാനാവുകയില്ല. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, മറിയത്തെ കൃപ നിറഞ്ഞവൾ എന്നാണ് അവിടെ വിശേഷിപ്പിക്കുക. മരണം പാപത്തിൻ്റെ ഫലമാകിയാൽ പാപരഹിതയായ പരിശുദ്ധ മറിയം മരണത്തെ മറികടന്ന് സ്വർഗത്തിലെത്തിയെന്ന വിശ്വാസം യുക്തിഭദ്രമാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പരിപൂർണമായിട്ടും ഈ മരിയൻ വിശ്വാസ സത്യങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വിശ്വസിക്കേണ്ടതാണ്. അതിലുപരിയായിട്ട് പരിശുദ്ധ മറിയത്തിന് കത്തോലിക്ക തിരുസഭ കൊടുക്കുന്ന ആ വലിയ പ്രാധാന്യം നാം മനസ്സിലാക്കുക. ഒരിക്കൽ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് ഒരു അപേക്ഷയുമായി കടന്നു വന്നിട്ട് നിരാശരായി പോകേണ്ട യാതൊരു സാഹചര്യവും സഭാമക്കൾക്ക് ഉണ്ടാവുകയില്ല. എത്രയോ പേരാണ് സഭയിൽ പരിശുദ്ധ അമ്മയെ ഇന്ന് സ്നേഹിക്കുക, ബഹുമാനിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് വലിയ വില കൊടുക്കുക. സഭയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ മാർപ്പാപ്പമാരും വളരെയേറെ പ്രാധാന്യം പരിശുദ്ധ ദൈവമാതാവിന് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ടാണ് നമുക്കറിയാം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകുകയുണ്ടായിട്ടുണ്ട്. നമുക്കതറിയാം, എല്ലാ മാർപ്പാപ്പമാരും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കാണുന്ന ആ സ്ത്രീ സഭയുടെയും മറിയത്തിൻ്റെയും പ്രതീകമായാൽ സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുന്ന ആ സ്ത്രീ സ്വർഗാരോപിയാകുന്ന മറിയത്തെ പരോക്ഷമായി ഇവിടെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുക. അതിൻ്റെ ചരിത്ര വഴികളിലേക്ക് കടന്നു വരുമ്പോൾ പൗരസ്ത്യ സഭകൾ 6-ാം നൂറ്റാണ്ടിൽ, അതുപോലെ റോമൻ സഭ 7-ാം നൂറ്റാണ്ടിലും ആഗസ്റ്റ് 15 മറിയത്തിൻ്റെ ഉറക്കത്തിരുനാൾ ആഘോഷിച്ചിരുന്നു. വീണ്ടും ഗ്രഗോറിയൻ ആരാധനാക്രമ പഞ്ചാംഗമാണ് ഉറക്കത്തിരുനാളിനെ സ്വർഗാരോഹണ തിരുനാൾ എന്ന് പുനർനാമകരണം ചെയ്തത്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മരിയൻ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു കാര്യം ഇതാണ്. പാപികളായ, ബലഹീനരായ, അശക്തരായ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ പാപത്തിൻ്റേതായ അവസ്ഥകളിൽ, നമ്മുടെ വേദനകളിൽ, സഹനങ്ങളിൽ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ കാരുണ്യം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ. ഒരിക്കലും നമ്മൾ അമ്മയിൽ നിന്ന് അകന്നു പോകരുത്. ഒരുപക്ഷെ പാപികൾക്ക് ഏറ്റവും യേശുവിലേക്ക് അടുക്കുവാനുള്ള വഴിയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, സഭയിൽ നമുക്കറിയാം ദൈവശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് ഉള്ള ഒരു ഗോവണിയാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സത്യവുമാണ്. കാരണം പരിശുദ്ധ അമ്മയിലൂടെയാണ് നമുക്ക് യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അങ്ങനെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ വലിയ കാരുണ്യത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ മറിയം എപ്പോഴും നമുക്ക് ഒരു തുണയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ പൂർത്തിയാകുന്ന സമയം വരെ കാൽവരിക്കുന്നിൽ യേശുനാഥൻ യാഗമായി ബലിയായി മാറുന്ന ആ സമയത്ത് പോലും പരിശുദ്ധ അമ്മ ആ കാൽവരിയിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എത്രയോ വലിയ സഹനങ്ങളാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. യേശുവിൻ്റെ ജനന സമയത്ത് പോലും നസറത്തിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി പരിശുദ്ധ അമ്മ
ബെത്ലഹേം എന്ന നഗരത്തിലെത്തി. അവിടെ ഒരു പുൽത്തൊഴുത്തില. പ്രിയപ്പെട്ടവരെ, എത്ര ദയനീയമായ ഒരു സാഹചര്യമാണ്. പരിശുദ്ധ അമ്മ ഒരു പുൽത്തൊഴുത്തില യേശുനാഥന് ജന്മം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നും സഹനങ്ങൾ തീരുന്നില്ല. വീണ്ടും പരിശുദ്ധ അമ്മ യേശുനാഥനെയും കൊണ്ട് യോസേപ്പ് പിതാവുമായി അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി. അവിടെ യേശുവിന് 12 വയസ്സുവരെ അവിടെ താമസിച്ച് വീണ്ടും നസ്രത്തിലേക്ക് വരുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ കൂടെയുണ്ടായിരുന്നു. രക്ഷാകര ചരിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെ യേശുവിനോടൊപ്പം അമ്മയുണ്ടായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടുകാരുടെ വലിയ ആവശ്യത്തിൽ അവരെ വലിയ അപമാനിതരാകാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ സഹായിച്ച പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മരിയൻ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കുക, സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വിശ്വാസ സത്യങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊപ്പമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ശാലോം ടി വിയിലൂടെ ഈ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നമുക്കൊന്നു ചേർന്ന് അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന